ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനിത് വീണ്ടും നിങ്ങളുടെ അരികിലെത്തി എൻ്റെ സ്വന്തം ചാനലുമായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നല്ലൊരു ഫ്രൈഡ് റൈസ് വെക്കുന്നതാണ് കാണാൻ പോകുന്നത്. ഇന്ന് ബക്രീദായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ ഫ്രൈഡ് റൈസ് വെച്ചത് നമ്മൾ പോയി പിടിച്ചതാണ്, വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ നല്ല അവർ അരി കഴുകാനുള്ള പുറപ്പാടാണ്. ഫ്രൈഡ് റൈസ് വെക്കുന്നതിന് മുന്നോടിയായിട്ടുള്ളത് ചെയ്യുന്ന എൻ്റെ സ്റ്റൈല് തന്നെ കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നും. കാരണം ഈ പാചകം ചെയ്യുന്നതൊരു കലയാണ്. അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കതിനോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ദേ ആ ബ്രദർ ബായ് പിന്നെ നല്ല ഭംഗിയായിട്ട് അത് ബസുമതി റൈസാണ്, അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. ഇനിയിപ്പം നമ്മൾ ക്യാരറ്റിനെ വൃത്തിയാക്കി എടുത്തിട്ട് അരിയാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇവരിവിടെ അരിയുന്നത് ക്യാരറ്റ് കുറച്ച് വലുതായിട്ടാണ്, വലിയ കഷ്ണമായിട്ടാണ് അരിയുന്നത്. നമ്മളത് കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ അരിയുന്നെങ്കിലും, പക്ഷേ ഇവരിത് കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അത് വെള്ളത്തിൽ കിടന്ന് വേവുമല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ കഴുകിയെടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബീൻസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഭംഗിയായിട്ട് വെള്ളത്തിൽ കഴുകി അവരെടുത്തു. ഇനിയിപ്പോൾ ഉള്ള പുറപ്പാടെന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് വെക്കാനുള്ള പുറപ്പാടാണ്. ഇതിനെയൊക്കെ കഴുകി വൃത്തിയാക്കി അവർ കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ അതേ കൊണ്ടുവന്ന കത്തി പോകുന്ന പോക്ക് കണ്ടോ, മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്ന പോക്ക്. കട്ട് ചെയ്ത് ടക്ക് 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 ടക്കേന്ന് കട്ട് ചെയ്ത് വെച്ചു. അതവിടെ ഗ്യാസ് ഓൺ ചെയ്തു. ഗ്യാസിൻ്റെ തീ കണ്ടോ, ഒരു ഭയങ്കര നീല കളറല്ലേ. അപ്പോൾ എന്നിട്ട് ആ ഗ്യാസിലേക്ക് കൊണ്ടുവച്ച് ശരീരത്തിനുള്ളിൽ അരി കൂടിയുണ്ട് കേട്ടോ, അരി കൂടി അതിനുള്ളിലുണ്ട്. അപ്പം നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് അരിയിട്ട് വേവിച്ചെടുക്കുന്നവർ തണുത്ത വെള്ളം ഉൾപ്പെടെ ചോറുമായിട്ട് അരിയായിട്ട് കൊണ്ട് അടുപ്പിൽ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ക്യാരറ്റ് പിന്നെ ബീൻസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല പിന്നെ ഇലക്കയും, ഇത് ബീഫാണ്, അതിൻ്റെ കൂടെയുള്ള ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് ബേ ലീഫ് പിന്നെ പട്ട, ഗ്രാമ്പൂ ഇത്യാദി കാര്യങ്ങളൂടി അതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ അവിടെ കിടന്ന് വേവട്ടെ. വേവുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് നമുക്ക് ബീഫിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതിന് അത്യാവശ്യം ആദ്യം ഇടേണ്ട കാര്യമെന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് ദേ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ദേ തിള ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ. തിളയ്ക്കുന്ന അതിനൊപ്പം ആ തിളപ്പിൻ്റെ ഒപ്പം കിടന്ന ചോറും കൂടി ഇങ്ങനെ വെന്ത് പൊങ്ങി വരുന്ന ഒരു ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചോറിങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ കിടന്ന് വെട്ടി തിളച്ച് പതുക്കെ വേവുന്ന സമയത്ത് ഇപ്പോഴത്തേതേ നല്ല സവാളയൊക്കെ അരിയാണ്. എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി കാണുമല്ലോ, ബീഫ് റെഡിയാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഈ ചോറ് വേവാറായി. വെള്ളമൊക്കെ കുറേയേറെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചോർക്കയങ്ങ് മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് മുകളിലേക്ക് പിന്നെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ്, ബദാം, ഉണക്കമുന്തിരിങ്ങയൊക്കെ കൂടി ഒന്ന് എണ്ണയ്ക്കകത്ത് വറുത്ത് കുരിയെടുക്കണം. അപ്പോൾ അതിനുള്ള പുറപ്പാടാണിത്. ഇവർ കുറച്ച് വളരെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്ന. അണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരിക്കൊക്കെ കുറച്ചേറെ ക്വാണ്ടിറ്റി കൂടുതലാണ് അവർ യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എന്താ സ്റ്റൈലായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയുള്ള അറ്റംപ്റ്റൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, ചീറ്റ് പണ്ടാരം അടങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് അറിയാമോ, അവസാനം വരുമ്പോഴത്തേന് ഒരൊറ്റ സാധനം ആ പാത്രത്തിനുള്ളിലുണ്ടാവില്ല. അതുകൊണ്ട് ഒരു തവണ ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് അവസാനം അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് വറുത്ത് അതിൻ്റെ മുകളിലേക്ക് കൊണ്ട് നിർത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. കൊള്ളാമല്ലേ, കാണുന്ന തന്നെ എന്നാ ഭംഗിയുണ്ടെന്ന് നോക്കി. അതങ്ങോട്ട് വിതറി അങ്ങോട്ട് ഇടുന്ന കാണാനായിട്ട്. അപ്പോൾ ബ്രോദേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ ചെയ്യാനായിട്ടിട്ട് സാധനമായിട്ട് കുറച്ച് അവരൊന്ന് മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പുറപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ബീഫ് റെഡിയാക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാണ്. അപ്പം നല്ല സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ കൂടിയിട്ട് അവർ അടുപ്പിലിങ്ങനെ വഴറ്റി അങ്ങോട്ട് എടുക്കാനുള്ള പുറപ്പാടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫിനെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്യാദി കാര്യങ്ങളൊക്കെ ചേർത്ത് വഴറ്റി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല പുരട്ടി വെക്കുകയാണ്. കാരണം അതെല്ലാം കൂടി അത് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ ഇപ്പുറത്തെ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ ചെയ്ത് ആ മിക്സ് ഇങ്ങനെ അടുപ്പിൽ വഴന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പോൾ ഇത് ഏകദേശം വഴന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബീഫും കൂടി അത് ചേർത്ത് കഴിഞ്ഞു. ബീഫും കൂടി ചേർത്ത് മൊത്തത്തിലെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാനുള്ള പുറപ്പാടാണ്. അതവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ അത് ആ സമയം കൊണ്ട് ഒരു മാങ്ങ എന്ത് രസമുണ്ടല്ലേ കാണാൻ. അയ്യോ, ഞാനിങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ ചീറ്റി പോവുള്ളൂ. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്താ ഭംഗിയുണ്ടെന്ന് നോക്കേ. അപ്പോഴേ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. കരണ്ടിൻ്റെ കളർ കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല പച്ച കളറ് സ്പൂണ്. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ കോരി എല്ലാവർക്കും പാത്രത്തിലാക്കി സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ, എല്ലാവരോടും ഒത്തൊരുമയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു സന്തോഷമാണല്ലോ അല്ലേ. അതല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ബീഫും അതിൻ്റെ കൂട്ട് അതിൻ്റെ കൂടെയുള്ള കറിയായും ബീഫ് റെഡിയായി കഴിഞ്ഞു. എന്തായാലും ബ്രോയുടെ പാചകം സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളും കുറച്ച് കഴിച്ച് നോക്കിയിരുന്നു.